ഓൺലൈനായിട്ട് താമരയുടെ ട്യൂബർ വാങ്ങിയിട്ടുണ്ട്. ഞാനതെങ്ങനെയാണ് നടണേന്നുള്ള വീഡിയോ ആണ്. 2 പിടി ഉണക്കച്ചാണകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ പാത്രമാണത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ ചാണകവും മുകളിൽ മണ്ണും. കുറച്ച് വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ചാണകപ്പൊടി മാത്രം ഉള്ളത് കൊണ്ടാണ് ചാണകപ്പൊടി മാത്രം ഇട്ടത്. എല്ലുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒരേ പിടി ഉണ്ടല്ലോ, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ മുകളിലേക്ക് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതെ, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പാലിൻ്റെ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കണം. കുത്തി ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അടിയിലിട്ടേക്കണ ചാണകപ്പൊടിയൊക്കെ മുകളിലേക്ക് വരണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ കവർ വെച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പതുക്കെ പതുക്കെ അടിയിലിട്ട് പോയി വരണുള്ളൂ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടിയിലേക്ക് പോകില്ല. നമ്മൾ ഇങ്ങനെ അമർത്തി വെച്ചേക്കണല്ലേ, കുറച്ച് വെള്ളം അങ്ങനെ നിൽക്കും. നമുക്കിനി ഈ ട്യൂബർ നട്ട് കൊടുക്കാം. അധികം അടിയിലേക്ക് താത്തി കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരഞ്ഞു കൊടുക്കണം കേട്ടോ. ആ ഭാഗത്ത് വേണം ട്യൂബർ വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഭാഗമൊക്കെ ഒന്ന് മണ്ണിട്ട് മൂടി കൊടുക്കണം. മുകളിൽ നിന്ന് മാത്രം മണ്ണ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മുള വരണ വശം കണ്ടല്ലോ, അതിങ്ങനെ മുകളിലേക്കായിട്ടിരിക്കണം. അത് നല്ലോണം താന്ന് പോകരുത് കേട്ടോ. കുറച്ച് കല്ല് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കല്ലൊക്കെ നമുക്കിത് പൊന്തി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഇവിടെ വെച്ച് കൊടുക്കാം. 4 കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 4 കല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ പൊന്തി പോരണ്ടെന്ന് വിചാരിച്ചിട്ട് 4 കല്ല് ഞാൻ ഇവിടെ ഒരു കല്ല് ട്യൂബറിൻ്റെ അടുത്തൊന്നുമല്ല നീക്കി വെച്ച് കൊടുത്തൊക്കെയാണ്. ഇവിടെയും ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഞാൻ മെയിനായിട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചെറുതാണല്ലോ, അപ്പോൾ പൊന്തി പോരണ്ട. പിന്നെ കാക്കയൊക്കെ കുളിച്ചാലാന്ന് ഓർത്താണ്. കാക്ക കുളിക്കുമ്പോൾ എന്ത് വന്നാലും ഇത് പൊന്തി പോകും. അതുകൊണ്ടാണ്. പിന്നെ വെള്ളമൊക്കെ ദേ കണ്ട ഒന്ന് അഴുക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം ഇരിക്കുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് മേളിൽ പിന്നെ ഇങ്ങനെ അഴുക്കുണ്ടല്ലോ, അത് നമ്മൾ ഒരു അരിപ്പ് വെച്ചൊക്കെ കളഞ്ഞാൽ മതി. വെള്ളം നിറച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വേണം വെള്ളം നിറച്ച് കൊടുക്കാനും. കുറച്ച് അഴുക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അരികത്തൊക്കെ കാണണ്ട, അതൊക്കെ നമുക്ക് കോരി മാറ്റാം. ഒരുവിധം അഴുക്കൊക്കെ ഞാൻ കോരി കളഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒന്ന് കലങ്ങി നിൽക്കുകയാണ്. കുറച്ച് അസോള ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ഇതിലിട്ട് കൊടുക്കണത്. അങ്ങനെ ഇത് നട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട്